രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ കേസിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. നെയ്യാറ്റിൻകര കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, അതിനിർണായകമായ 164 സ്റ്റേറ്റ്മെന്റ് നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നെയ്യാറ്റിൻകര കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത് എന്നാണ്, അല്ലേ? അല്പസമയം മുമ്പാണ് അതിജീവിത നെയ്യാറ്റിൻകര കോടതിയിലെത്തി ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള വിഷയം, ആ വിഷയത്തിലാണ് ഇപ്പോൾ അതിന്റെ കേസിന്റെ ഒരു ഗൗരവ സ്വഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതിക്ക് മുമ്പാകെ തന്നെ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് എത്തുന്നത്. കാരണം അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ കേസ് എന്ന് പറയുന്നത്. ഒരു നിയമസഭാ സാമാജികരെ ഉൾപ്പെട്ട കേസാണ്. ആ നിയമസഭാ സാമാജികനെതിരെ കൂടിയാണ് പരാതി അവതരിക്കുന്നത്. മാത്രമല്ല, കേസിന്റെ ഒരു ഗൗരവ സ്വഭാവം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിപ്പിച്ചു, മാത്രമല്ല ബലാത്സംഗം ചെയ്തു എന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ വരുന്നു. അതിന് പ്രേരണ ചെയ്തു, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ അടക്കം നിരവധി എഫ്ഐആറിൽ തന്നെ നിരവധി വകുപ്പുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ നിലവിലെ കേസിന്റെ കൂടി ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ കേസിന്റെ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായും, മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അതിജീവിതയ്ക്ക് പറയാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കോടതിക്ക് മുൻപാകെ പറയുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. നെയ്യാറ്റിൻകര കോടതിയിലാണ് ഈ രഹസ്യമൊഴി എടുക്കുന്നത്. അല്പസമയം മുമ്പാണ് യുവതി നെയ്യാറ്റിൻകര കോടതിക്ക് മുന്നിലെത്തിയത്. ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടങ്ങുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതികൂലമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നൊരു സ്ഥിതി കൂടി നിലവിൽ ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രത്തിനെ പ്രേരിപ്പിച്ചു, അതോടൊപ്പം ബലാത്സംഗം ചെയ്തു എന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് സംബന്ധിച്ച കേസിലാണ് ഇപ്പോൾ യുവതിയുടെ രഹസ്യമൊഴി കോടതിക്ക് മുന്നിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും കേസ് അതീവ ഗൗരവ സ്വഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ട്, കേസിന്റെ ഗൗരവ സ്വഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ട് യുവതിക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതിക്ക് മുമ്പാകെ പറയാം. അതോടൊപ്പം തന്നെ അതിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ കഴിയും. ഈ മൊഴിയുടെ ഒരു വിശ്വാസ്യത ഉറപ്പാക്കാൻ കഴിയും. മൊഴി മറ്റ് പുറത്തു പോകില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അത് മാത്രമല്ല, കൂടുതൽ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ അതും അടക്കം രേഖപ്പെടുത്തുന്നതിന്റെ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. എന്തായാലും ഈ കേസുകൾ മുറുകുമ്പോഴും അന്വേഷണം പുരോഗമിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം എവിടെ എന്നതിന് ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഒരു ചോദ്യമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കേസ് എഫ്ഐആർ ഇട്ട് രജിസ്റ്റർ ചെയ്ത മണിക്കൂറുകൾ പിന്നിടുന്ന ഒരു സാഹചര്യമുണ്ട്. രാഹുലിന്റെ ഫോൺ ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആവുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, സ്വിച്ച് ഓഫ് ആവുകയും ഓണാകുകയും ചെയ്യുന്നെങ്കിൽ പോലും എവിടെ എന്നതിന് കൃത്യമായ ഉത്തരം ഇപ്പോഴുമില്ല. അന്വേഷണ സംഘം പലയിടങ്ങളിലായി തിരയുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മാത്രമല്ല, രാഹുൽ രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും യുവതി കോടതിക്ക് മുൻപാകെ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. കോടതിക്ക് മുന്നിലെത്തി രഹസ്യമൊഴി നൽകുന്നു. രോഹിണി.